അയ്യോ മേക്കപ്പ് ഇടാണ് ഇത്രയും ഗ്ലാമറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന, നിങ്ങൾ ഭൂരിപക്ഷം പേര് എൻ്റെ ചാനലിലുള്ള ഭൂരിപക്ഷം പേര് കാത്തിരുന്ന ഒരു വാർത്തയിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞാണ് കേട്ടോ ഫ്ലോയിൽ. ഞാൻ ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷമാണ് ബിഗ് ബോസ് വരാൻ പോകുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ പോകുന്നു. കണ്ടസ്റ്റൻസിനെയൊക്കെ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് പേരെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ. എന്നാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഞാനൊന്ന് എടുത്തോട്ടെ. ആ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് കയറണോ? അത് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് കയറാനായിട്ട് പലർക്കും ഒരു മടി ഉണ്ടാകും. ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, പുറത്തിറങ്ങിയ ശേഷം എത്രത്തോളം നെഗറ്റീവ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു പലർക്കും അറിയില്ല. സെലിബ്രിറ്റികൾ കയറിയിട്ട് അവർക്ക് പോലും അറിയില്ല. അപ്പോൾ പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലരും ബിഗ് ബോസിലേക്ക് കയറാൻ പഠിക്കുന്നത്. പോട്ടെ, നിങ്ങൾക്ക് കണ്ടസ്റ്റൻ്റ് ആയിട്ട് കയറണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ ഒരു ഭാഗമാകാൻ ഇപ്പോൾ ബിഗ് ബോസ് ടീം ഇതാ ഒരു അവസരം തന്നിരിക്കുകയാണ്. ആ അവസരം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ആസ് എ ബിഗ് ബോസ് റിവ്യൂവർ എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു അപ്ഡേഷൻ മാത്രമാണ്. താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ എനിക്കൊക്കെ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ബിഗ് ബോസ് ക്രൂവിൻ്റെ ഒരു മെമ്പർ ആകാനായിട്ടുള്ള ഒരവസരം. നമ്മുടെ ഏറ്റവും നല്ലൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, അതിൻ്റെ ഒരു ഭാഗമാകാൻ ഒരു അവസരമാണ്. ഏതൊക്കെ തസ്തികകളിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡെസിഗ്നേഷനിലേക്കാണ് ആളെ ആവശ്യമുള്ളതെന്ന് ഞാൻ പറയാം. എഡിറ്റർ, നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയോ? ഒന്നും നോക്കണ്ട, ട്രൈ ചെയ്യാം. പ്രൊഡക്ഷൻ മാനേജർ, കണ്ടസ്റ്റന്റ് മാനേജർ, കണ്ടസ്റ്റൻസിനൊക്കെ കൊണ്ടു നടക്കണ്ടേ, അവരൊക്കെ ഒന്ന് മാനേജ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട്, കാരണം അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കാം. പിന്നെ ഡെയിലി പ്രൊഡ്യൂസർ, ടാസ്ക് ടീമിലേക്ക് പോകുന്നവർ ഇന്ന ടാസ്കുകളൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും, പ്രേക്ഷകർക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ അവരുടെ വേവ് ലെങ്തൊക്കെ മനസ്സിലാക്കി, അവരുടെ ഇഷ്ടമൊക്കെ മനസ്സിലാക്കി അത്തരത്തിലുള്ള ടാസ്കൊക്കെ കൊടുക്കണേ. അപ്പോൾ ടാസ്ക് ടീമിലേക്ക് ആളെടുക്കുന്നുണ്ട്, ട്രൈ ചെയ്യാം. പിന്നെ ലോഗർ ടീം, സ്റ്റോറി പ്രൊഡ്യൂസർ, ക്രിയേറ്റീവ് ടീം, റൈറ്റർ, എവിക്ഷൻ ടീം. അപ്പോൾ ഇതിലൊക്കെയാണ് ഇപ്പോൾ ആളെടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അടിപൊളിയല്ലേ? ഒന്നും നോക്കണ്ട, നിങ്ങളുടെ റെസ്യൂം ഷെയർ ചെയ്യുക. ഏതിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത്? esi.south@endemolshine.co.in എന്ന് പറയുന്ന ഞാൻ താഴെ വെക്കാം. ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്യാം. ബിഗ് ബോസിൻ്റെ ഭാഗമാവാം. പിന്നെ ബിഗ് ബോസിൻ്റെ ഒക്കെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മളെയൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലുള്ള കുറച്ച് ക്രൂസിനെയൊക്കെ മാറ്റാൻ പോവാണ്. ഷോ നല്ല രീതിയിൽ കുറച്ചുകൂടി ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വരാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യ തെളിവാണിത്, തുടക്കമാണിത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ ഇത് ഷോ ടെലികാസ്റ്റിങ്ങിന് മുമ്പ് തന്നെ ടാസ്കിൻ്റെ പേര് അല്ലെങ്കിൽ ഷോയിൽ എന്താണ് അതിനുള്ളിൽ നടക്കുന്നത്, ആ കണ്ടസ്റ്റൻ്റ് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കളർ എന്താണെന്ന് വരെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു. ലാലേട്ടൻ വരെ വന്ന് പറഞ്ഞു അതൊന്നും പുറത്ത് പറയരുതെന്ന്. അപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ഒന്ന് മടിച്ച ഒരു സമയമുണ്ട്. ഇത് കഴിയട്ടെ, ഷോ ടെലികാസ്റ്റിംഗ് കഴിയട്ടെ, എന്നിട്ട് ചെയ്യാമെന്ന്. മാക്സിമം പ്രോമോ വന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ, നമ്മുടെ ഊഹ എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പലതും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ലാലേട്ടൻ്റെയും ബിഗ് ബോസ് ടീമിൻ്റെയും ഒക്കെ വാക്കിന് മാനിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ആ ടീമിന് പുറത്ത് ലീക്കാവുന്നു, വിവരങ്ങളെല്ലാം ലീക്കാവുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ടീമിനൊക്കെ മൊത്തത്തിൽ മാറ്റാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുതിയ ടീമിനെ എടുക്കുന്നുണ്ട്. പുതിയ ടീം വളരെ സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ട് വരട്ടെ. പ്രേക്ഷകർ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഈ പ്രേക്ഷകരാണ് ഈ ഒരു ഷോ ഇത്ര ഹിറ്റാക്കി മാറ്റിയത്. അപ്പോൾ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുക. കണ്ടസ്റ്റന്റ് മാനേജർ ഒക്കെ. അപ്പോൾ ആ പോസ്റ്റൊക്കെ ഉണ്ട്, എല്ലാ പോസ്റ്റിലേക്ക് ആളെടുക്കുന്നുണ്ട്. ഒന്നും നോക്കണ്ട, നിങ്ങൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം ഷെയർ ചെയ്യുക. കിട്ടണേ പോണെങ്കിൽ പോട്ടേന്നേ. കിട്ടിയ അടിപൊളി, നല്ലതല്ലേ? 100 ദിവസം പണിയുള്ളൂ, നല്ല പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുമായിട്ട് ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ വളരെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ ബിഗ് ബോസ് വരാനായിട്ട്.
അപ്പോൾ ആ ഷോയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് പേരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് അറിയേണ്ട സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലേക്ക് പ്രോമോ വഴിയും മറ്റുള്ള എല്ലാ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടീം നമ്മളിലേക്ക് അത് എത്തിക്കും ഇന്നാൾ. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ആരാന്നുള്ളത്. എന്തായാലും നല്ല നല്ല കണ്ടസ്റ്റൻസ് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ ടീമിലേക്ക് കയറിക്കും. ബിഗ് ബോസ് ടീമിലേക്ക് കയറാനുള്ള ഒരു അവസരമാണ്, ആരും മിസ്സാക്കരുത്. ബിഗ് ബോസിലേക്ക് കയറി കഴിഞ്ഞാൽ 100 ദിവസത്തെ പണി മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും ഏഷ്യാനെറ്റിൽ വരുന്ന ഓരോ ഷോയിലും നിങ്ങൾ അതിൻ്റെ ഭാഗമാവും. നിങ്ങളുടെ ലൈഫ് തന്നെ രക്ഷപ്പെടും. കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നവരാണെങ്കിലും അല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള ഇതുപോലുള്ള വർക്ക് ചെയ്യുന്ന ഓഫ്ലൈൻ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകൾ കിട്ടും. ഇപ്പോൾ കോമഡി കുക്ക് എത്ര പേര്, ഒരുപാട് ടോപ്പ് 5-ലുള്ളവരൊക്കെ ഉണ്ട്, പക്ഷേ ഷോയിലുണ്ട് അനുമോളും നെവിനും ജിസേലും മാത്രമേ ഉള്ളൂ. അവിടെ കണ്ടന്റ് തരുന്ന, അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നിൽക്കുന്നവർ മാത്രമേ ഈ ഒരു പിന്നീടുള്ള ഷോയിലൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കഴിവ് നല്ലോണം നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത ഓരോരോ ഷോയിലും, ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് വലിയൊരു ചാനലാണ്. അപ്പോൾ ഈ ഷോയിലേക്ക് പല ഷോയിലും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകും നിങ്ങൾക്ക് പറ്റുന്നത്. ഇത് കണ്ടില്ല, ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ടൊക്കെ നിങ്ങളുടെ ലൈഫ് സെറ്റാവും. അപ്പോൾ കഴിവുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. പിന്നെ ഗുരുമന്ത്രയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോകുന്നേ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയി പോവുകയാണെങ്കിൽ ദയവായി ഒന്ന് ക്ഷമിക്കുക. ഗുരുമന്ത്ര ജനിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. ഈ 16-ാം തീയതി ആയപ്പോൾ 1 മാസം കഴിഞ്ഞു. ഈ 1 മാസത്തിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ കണക്റ്റ് ആയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 455ഓളം കസ്റ്റമറെ നമ്മൾ 16-ാം തീയതി വരെയുള്ള ഡേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റൽസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിവ്യൂ ഒന്ന് എനിക്ക് ഇടണമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു റിവ്യൂ ആണ് നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കസ്റ്റമർ യൂസ് ചെയ്തിട്ട് എന്താണ് അവർക്ക് കിട്ടിയിരുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ അവരുടെ മാറ്റം എന്താണെന്നുള്ളത് ഇതിൽ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇതിൽ എല്ലാവരുടെയും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇടാത്തവർ നിങ്ങളുടെ വോയിസ് ഞാൻ കേൾക്കാത്തത് കൊണ്ടല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാത്തതുകൊണ്ടോ എൻ്റെ മനസ്സിൽ കയറാത്തതുകൊണ്ടോ തലയിൽ കയറാത്തതുകൊണ്ടോ അല്ല നിങ്ങളുടെ വോയിസൊക്കെ ഇടാത്തത്. ഇത് ലോങ് വീഡിയോ ആയി മാറും. അതുകൊണ്ടാണ് വളരെ കുറച്ച് പേരുടെ റിവ്യൂ മാത്രമാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെ ഇടാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇപ്പോൾ കുറച്ച് പേരുടെ നമുക്കിത് കേൾക്കാം. ഇത് ധരിച്ചതിന്റെ ശേഷം എന്താണെന്നറിയില്ല, ഒന്നിന്റെ സംസാരത്തിൽ എന്തൊരു ചേഞ്ച് എനിക്കുണ്ട് തോന്നുന്നു. എൻ്റെ മുന്നത്തെ വോയിസ് ഓർമ്മ ഉണ്ടെങ്കിൽ അറിയാം, എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റതൊരു തലയിലൊരു സാധനം മൂടിക്കളിക്കുന്ന ഒരു ഫീൽ എനിക്ക് എപ്പോഴും, കാരണം ഇത് മൊത്തം ടെൻഷനായിരുന്നല്ലോ. പിന്നെ അതുപോലെ എന്തെങ്കിലും ചെറിയൊരു കാര്യം തന്നെ ഭയങ്കര ടെൻഷനിലായിരുന്നല്ലോ. പക്ഷെ അതിൻ്റെ ഒരു ടെൻഷൻ്റെ ഒരു തലയിലും നെഞ്ചത്തും ഒരു തരം പ്രത്യേക ഒരു എനിക്ക് ഇരിപ്പുണ്ടായിരുന്നില്ല. ഇങ്ങനെ നടക്കും, ഞാൻ ഇരിപ്പ് കിട്ടാത്തൊരു അസ്വസ്ഥത ഉണ്ടായില്ലേ, മൂട്ടിൽ തീ വെച്ച പോലെ എന്ന് പറയും, അതുപോലെ ആയിരുന്നു. ഇപ്പൊ അതിനൊക്കെ എന്തോ ഒരു കാമായ പോലെ എനിക്കെന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. നന്ദിയാണ് പറയാനുള്ളത്, ഭയങ്കര താങ്ക്സ് ആട്ടോ. എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും താങ്ക്സ് ആണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്തോ തോന്നുന്നുണ്ട്, മാറ്റുണ്ട്. ഈ കസ്റ്റമർക്ക് ഞാൻ ടൈഗ്രയാണ് കേട്ടോ കൊടുത്തത്, മൾട്ടി ടൈഗ്രയാണ് കൊടുത്തത്. ആൾ മണി മാഗ്നറ്റാണ് ചോദിച്ചു വന്നത്, പക്ഷേ ആൾക്ക് അതല്ല വേണ്ടിയിരുന്നതെന്ന് എനിക്ക് ആ സമയത്ത് തോന്നി. അതുകൊണ്ട് തന്നെ മൾട്ടി ടൈഗ്രയാണ് കൊടുത്തത്. കാരണം ധൈര്യം കുറച്ച് കുറവുള്ള ഒരാളാണ്, ആൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നോട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ആ സമയത്ത് തോന്നിയത് അതാണ് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഗുരുമന്ത്രയിൽ നിന്ന്, നിങ്ങൾക്കറിയാലോ ഗുരുമന്ത്രയിൽ നിന്ന് ഏതൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും നമ്മൾ കരിങ്കാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. പക്ഷേ ഈ കസ്റ്റമർക്ക് പണത്തിനോട് ആവശ്യമുള്ളതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ പൈറേറ്റ് ബ്രേസ്ലെറ്റ്, ഗുരുമന്ത്രയിലെ ഏറ്റവും നല്ല രീതിയിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പൈറേറ്റ്. ഈ പൈറേറ്റ് ബ്രേസ്ലെറ്റ് ആണ് ഞാൻ ഈ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റ് അല്ലായിരുന്നു. ആള് എന്നോട് ചോദിച്ചു വന്നത് അതായതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ആളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് ആ പുള്ളിക്ക് ഈ കസ്റ്റമർക്ക് ആവശ്യം ടൈഗ്രയുടെ ബെനിഫിറ്റ് ആണ്, എനർജി ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ടൈഗ്രൈ ബ്രേസ്ലെറ്റ് കൊടുത്തിട്ട്, പക്ഷേ പൈറേറ്റ് ഞാൻ എൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതും റേക്ക് എനർജൈസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാറ്റം ആളുടെ ലൈഫിലുണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. നമുക്കിനി അടുത്ത കസ്റ്റമറുടെ കേൾക്കാം. അതാ വിവിധ, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, അവർക്കും ഭയങ്കര സന്തോഷം. എന്താ ഉറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഇതാ ഭയങ്കര സന്തോഷം, വളരെ വളരെയധികം താങ്ക് യു.
നാളെ മെസ്സേജ് ഇടാവേ. ഈ ചേച്ചി ആളുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. വിജിത, താങ്ക്സ് ഫോർ ഇത് റിപ്ലൈ. എനിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. 2-3 മറ്റേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് പോയി. പിന്നെ ഇത് കൊള്ളാട്ടോ. അതിന്റെ ഇത് അറിയാനുണ്ട്. എനിവേ അത് നന്നായി. എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് ഓക്കെ. നമുക്ക് ഒരു കോൺഫിഡന്റ് ആയി. ഈ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ, ഈ സാറ് വർക്ക് ചെയ്യുന്നത് ഒരു MNC കമ്പനിയിലാണ്, പുറത്താണ് വർക്ക് ചെയ്യുന്നത്. പുറത്ത് വെച്ചാൽ കേരളത്തിന്റെ പുറത്ത്. ആളിനോട് കുറച്ച് ആളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഏത് ക്രിസ്റ്റലാണ് വേണ്ടതെന്ന് ഫുൾ ഇത് എനിക്കാ തന്നത്. വിബി തന്നെ സെലക്ട് ചെയ്തോ ഏത് ക്രിസ്റ്റൽ ഞാൻ ധരിക്കണം എന്നുള്ളത്. ആളുടെ ജോലി, അത് ബാക്ക്ഗ്രൗണ്ട് മീൻസ് ആൾ വർക്ക് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട്, അവിടെയുള്ള സ്റ്റാഫുകൾ, അതൊക്കെ വെച്ച് നോക്കിയിട്ട് ആൾക്കൊരു പ്രൊട്ടക്ഷൻ എനിക്ക് കൊടുക്കണം തോന്നി. അപ്പോൾ ആൾക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒന്ന് ടൈഗർ വിത്ത് ഹെമറ്റൈറ്റ്, ആ ഒരു ബ്രേസ്ലെറ്റ് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ആള് നല്ല മീറ്റിങ്ങിലൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കാനും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സിട്രീൻ, ആൾക്ക് ഇനിയും കയറി ജോലിയിൽ ഉയർച്ച ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സാലറി ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, സാറിനെ പോലെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിട്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണും കൂടി ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആൾക്ക് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് 2-3 ഉണ്ട്. വിവിധ പുറത്തേക്ക് പോകണം, എബ്രോഡ് പോകണം എന്നൊക്കെ എന്നോട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം അതിന് മുൻപ് എത്തുമോ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം ആൾ എന്നോട് ഓർഡർ കൊടുക്കുന്നതിന് 3-4 ദിവസം മുമ്പാണ് എൻ്റെ അടുത്ത് പറയുന്നത് വിവിധ ഇങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലാണെങ്കിൽ ഇത് എത്തുമോ, അവിടെ വരെ എത്തേം വേണം, കേരളത്തിന് പുറത്തേ. എന്തോ ഭാഗ്യം കൊണ്ട് ആൾ പോകുന്നതിന് മുമ്പ് എനിക്കിത് അവിടെ എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം. അടുത്ത കസ്റ്റമർ മണി ബാഗിന് ചുറ്റതിന് ശേഷം ഹസ്ബൻഡിന് പൈസപരമായിട്ടൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഇട്ടിട്ട് 2-3 ദിവസം അതിലേ ഉള്ളൂ. നല്ല ഒരു ഇച്ചിരി മാറ്റം വന്നു തുടങ്ങി ഭേദപ്പെട്ട രീതിയിൽ. എനിക്കാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ചെറിയൊരു മനസമാധാനത്തുള്ള ഒരു രീതിയിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് ഞാൻ. പെട്ടെന്ന് ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. എന്ത് പറയാനായിട്ട് ഇപ്പം കുറച്ച് എനിക്ക് മാറ്റമൊക്കെ വരുന്നുണ്ട് ഞാൻ ഈ ബ്രേസ്ലെറ്റ് ഇട്ടപ്പോ. ഈ കസ്റ്റമർ ഇതിനു മുമ്പ് വേറൊരു ആപ്പിൽ നിന്ന് വേറൊരു പേജിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പേജിൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത്. അപ്പോൾ അത് റേക്ക് എനർജൈസ് ചെയ്യാതെ നോർമൽ എനർജൈസിങ് ആണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ റേക്ക് എനർജൈസിങ് നമ്മൾ റേക്ക് എനർജൈസ് ചെയ്തിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ആൾ എൻ്റെ കയ്യിൽ നിന്നും കൂടി മേടിച്ച ശേഷം 2-3 ദിവസം, നിങ്ങൾ തന്നെ വോയിസ് കേട്ടല്ലോ ആൾ പറയുന്നത്, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി തുടങ്ങി എന്നുള്ളതാണ് ആൾ പറയുന്നത്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും നമ്മൾ തന്നെയാണ്, നമ്മുടെ എനർജി തന്നെയാണ് ചെയ്യേണ്ടത്. അത് കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും പലതും മാറിപ്പോകും. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ആൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയ സ്റ്റോൺസും നമ്മുടെ കയ്യിലുണ്ട്. ആൾക്കത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആൾ ധരിച്ചു. അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം. അവിടെ നിന്നൊക്കെയോ എനിക്ക് സാധനം കിട്ടി. എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സന്തോഷം, ഒരു സമാധാനം ഉണ്ട്. എങ്ങനെ എനിക്കത് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ എനിക്കത് കിട്ടിയത് ആ ഒരു വലിയൊരു സമാധാനത്തിലാണ് ഞാൻ. ഭയങ്കര സന്തോഷം, വളരെ സന്തോഷം. നിങ്ങൾക്കൊക്കെ സന്തോഷം ഉണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷം. ദീപിത്തെ എന്താ ഇപ്പൊ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് വന്നോണ്ടിരിക്കുക ലൈഫില്. താങ്ക് യു. പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺസിൽ അത്ര എനർജി കൊടുത്തിട്ടാണ്, റേക്കി ഹീൽ ചെയ്തിട്ടാണ് നമ്മളത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അത് എൻ്റെയോ ഇത് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെയോ ഇതല്ല, ഇത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങൾ യൂണിവേഴ്സ് അനുഗ്രഹപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനിയും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. എന്നും നിങ്ങളെല്ലാവരും എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. ഞാൻ പറഞ്ഞ അനുഭവം എന്തായാലും ചാനലിൽ കൂടെ പറയണം. എല്ലാ ദിവസവും നിങ്ങൾ പ്രോഗ്രാം കൊണ്ടുവന്നാണ് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നത്. നമുക്കത് മോളുടെ കയ്യിലുണ്ട്, വലത്ത് കയ്യിൽ നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് എന്തും നമ്മൾ വാങ്ങിച്ച് ഇപ്പുറത്തെ കയ്യിൽ അങ്ങനെയിട്ടാണ് പോകുന്നത്. വിസിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, പക്ഷേ എൻ്റെ അനുഭവം ഈ ചാനൽ ഗോൾഡൻ ഡയറി എന്നുള്ള ചാനൽ കണ്ടു തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും എന്താ പറയുക, ഒരു രൂപത്തിൽ ഒരു രീതിയിൽ നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. താങ്ക്സ്. അങ്ങനെ പറഞ്ഞു ചെയ്തു തന്നതിന് ഒരുപാട് താങ്ക്സ്.
നമ്മുടെ ഗോൾഡൻ ഡയറിയുടെ പേരെടുത്ത് പറഞ്ഞില്ല. ഒരുപാട് സന്തോഷം. ഗോൾഡൻ ഡയറി എന്നൊരു ചാനൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തി. അത് വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി മുന്നോട്ടും വെച്ചടി കയറ്റമായിരിക്കും. കാരണം നിങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. ഈ കസ്റ്റമർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും പ്രാർത്ഥിക്കണേ വിപിത എന്ന്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സ് ഞാനായിട്ട് പേഴ്സണൽ കുറച്ച് പേര് കണക്റ്റ് ആയിട്ടുണ്ട്. എപ്പോഴും മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഓർക്കണം 450 പേരുണ്ട്. പക്ഷെ എല്ലാവരുമായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കസ്റ്റമേഴ്സിൽ കുറച്ച് പേരാണ് ഇവർ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ എല്ലാ ദിവസവും ഞാൻ ഓർക്കാറുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് നടക്കും. നിങ്ങൾക്ക് വെച്ചിട്ട് കയറ്റം. ഇനി ലൈഫിൽ നടക്കും. ഇനി മിറാക്കിളാണ് ലൈഫിൽ നടക്കാൻ പോകുന്നത്. കണ്ടോ. എന്തായാലും ഞാനും മോൾക്ക് വേണ്ടി എപ്പോഴും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട്. കാരണം അങ്ങനെ ഒന്ന് കണ്ടുമുട്ടി അത് ഇതാക്കി തന്നല്ലോ. എന്തായാലും അൽഹംദുലില്ലാ അതാലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമാധാനമുണ്ട്. എന്തായാലും മോക്കും കുടുംബത്തിനും ഭക്ഷണം എന്നും നല്ലത് മാത്രം വരുത്തട്ടെ. നല്ലത് മാത്രം വരുള്ളൂ. എന്തായാലും നല്ലതിനാണ് അങ്ങനെ ഒരു വീഡിയോ കണ്ടതെന്നൊക്കെ ഇപ്പം എനിക്കിങ്ങനെ തോന്നും. ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ് ഫസ്റ്റ് വീഡിയോ കാണുന്നത്. പേര് എന്ന് അറിയണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നത്. എന്നിട്ട് പിറ്റേന്ന് ഫേസ്ബുക്ക് നോക്കുമ്പോഴാണ് വീണ്ടും ആ ഒരു ഇത് കണ്ടത്, വേറൊരു വീഡിയോസ് കണ്ടത്. ആ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ആ വീഡിയോ ഇങ്ങനെ കണ്ടു വന്നിട്ട് കുറച്ച് തന്നെ അപ്പൊ വീഡിയോയുടെ പേരും ഇതൊക്കെ ചാനലിന്റെ പേരും അല്ല ഇതിന്റെ പേരൊക്കെ നോക്കി വെച്ച് അപ്പോഴാണ് പിന്നെ ഞാൻ വിളിച്ചത്, നമ്പറൊക്കെ എടുത്തത് നോക്കിയത്. അപ്പൊ മോള് പറയണ പോലെ തന്നെ ഞാനത് അങ്ങനെ മനസ്സിന്റെ ഒരു സമാധാനം, മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്താ പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് തോന്നിയത് വാങ്ങിയിട്ടാലോ എന്ന് അപ്പൊ തോന്നിയത്. അപ്പൊ തന്നെ ഞാൻ ഓർഡർ ചെയ്തു. എന്താ പറയാ, കണ്ടപ്പോ തന്നെ ഓർഡർ ചെയ്യില്ല, അപ്പൊ തന്നെ ഞാൻ ആ നമ്പർ എടുത്തിട്ട് ഞാൻ മെസ്സേജ് ചെയ്തത്. തന്നെ ഓരോന്നൊരു നിമിത്തം അപ്പൊ എന്തായാലും എനിക്ക് എന്താ പറയാ മനസ്സിനൊരു സമാധാനമുണ്ട്. എനിക്കത് മതി. ഇപ്പൊ ടെൻഷൻ കുറവുണ്ട്. നല്ല ഇപ്പൊ കടത്തിനെ പറ്റിയൊരു ചിന്ത അങ്ങനെ അതൊക്കെ വലിയൊരു മാറ്റം തന്നെയല്ലേ. അത് പറയുമ്പോ തന്നെ നമുക്ക് പകുതി അസുഖങ്ങൾ. അതെ, നമ്മുടെ മനസ്സിൻ്റെ സമാധാനമാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. മനസ്സിൻ്റെ സമാധാനമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത്തടെ കുടുംബത്തിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കാറുണ്ടെന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതരം പ്രാർത്ഥിക്കാറുണ്ടെന്ന് അറിഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷം. സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. പറയാൻ ഇപ്പം എല്ലാവരും പറയുമായിരിക്കും നമ്മുടെ ചിലപ്പോൾ തോന്നില്ലായിരിക്കും ശരി, പക്ഷെ ഭയങ്കര വ്യത്യാസമാണ്. ആളുടെ ഒരു ആള് നല്ല ആക്റ്റീവാണ്. മോള് എന്തിനും ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാല് എപ്പോഴും പറയേണ്ട കാര്യമില്ല, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര മുന്നോട്ടില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇട്ടോളും കയ്യിലിട്ടോണ്ട് പൊക്കോളും. ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ വാങ്ങിച്ച് നോക്കട്ടെ എന്നിട്ട് അടുത്ത ആൾക്ക് മേടിക്കാം. തീർച്ചയായിട്ടും നമ്മൾ മേടിക്കുമ്പോൾ വെറുതെ വാങ്ങിക്കേണ്ടല്ലോ, ഗുണമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി എന്നായിരിക്കും ഒരു 90% ആൾക്കാർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഗുണങ്ങൾ അവരുടെ ലൈഫിൽ ഓരോരുത്തർക്ക് വന്നു തുടങ്ങി കാണുമ്പോൾ അടുത്ത ആൾക്ക് മേടിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും മേടിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. എല്ലാവർക്കും നല്ലത് വരുന്നുണ്ട് അവരുടെ ഫാമിലിയിൽ. അപ്പോൾ യൂണിവേഴ്സ് അനുഗ്രഹിച്ചിരിക്കുകയാണ് നിങ്ങളെ എന്ന് മാത്രം വിചാരിക്കാം. വിവിധ ഉറങ്ങിയോ? അപ്പോൾ വന്നു വിവിധ ഷോർട്ട് ലിസ്റ്റ് ആയി, ക്വാളിഫൈഡ് ആയേ. പിന്നെ അതിന് ഭയങ്കര സന്തോഷം. വിവിധയുടെ പ്രയറും ഒക്കെ ഉണ്ട്. ഇനി അടുത്ത ഒരു എക്സാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ നേടി സക്സസ് ആവും. ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണത്. ഭയങ്കര ഒരു 3-1 പേരെ എടുക്കുള്ളൂ ഷോർട്ട് ലിസ്റ്റ്. ഇത്രയും നേരം സത്യം പറഞ്ഞ ശ്വാസം ഇല്ലാതിരിക്കുകയായിരുന്നു. ഇപ്പതാ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു ഷോർട്ട് ലിസ്റ്റ് ആയിന്ന്. എന്തായാലും വിദ്യയുടെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സന്തോഷം. ഇതാ കറക്റ്റ് സമയത്ത് ഞാൻ ബിബിനെ കോണ്ടാക്ട് ചെയ്തു. എനിക്ക് പ്രയർ കിട്ടി, പ്രാർത്ഥന ദൈവം കേട്ടു. കറക്റ്റ് സമയത്ത് വിവിധയെ കോണ്ടാക്ട് ചെയ്തില്ല, കറക്റ്റ് സമയത്ത് യൂണിവേഴ്സ് എത്തിക്കേണ്ടവരുടെ അടുത്ത് എത്തിച്ചെന്ന് മാത്രം ഞാനതിൽ കരുതുന്നുള്ളൂ. ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന സക്സസ് ആവുന്ന ഒരു എക്സാമിൽ ആ കുട്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിജയിക്ക് തന്നെ ചെയ്യുന്നത് എനിക്ക് 100% ഉറപ്പായിരുന്നു. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ഒരു നിമിത്തം മാത്രമായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ആ കുട്ടിയുടെ ഹാർഡ് വർക്ക്, ആ കുട്ടിയുടെ എനർജി അതിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് നിന്നു എന്നുള്ളതാണ്. എല്ലാ നെഗറ്റീവ്സും ഒക്കെ മാറ്റി ആ കുട്ടിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അതിന് പറ്റിയ സ്റ്റോൺസാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലാപ്പിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി വളരെ സ്ട്രോങ് ആയിട്ടാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എനർജി വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടന്നത്. ഇനിയും കടമ്പകളില്ലേ, അതെല്ലാം കടമ്പകളൊക്കെ കടക്കാനായിട്ട് ആ സ്റ്റോണിൻ്റെ എനർജി ഭയങ്കരമായിട്ട് ആ കുട്ടിയുടെ എനർജിയെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ലൈഫിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ.
ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ. ഇതുപോലെ ഓരോരുത്തരുടെ ഉണ്ട്, എല്ലാവരുടെയും അടുത്ത് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ഞാൻ ആഡ് ചെയ്യാം. കാരണം ഇതിപ്പോൾ തന്നെ ലോങ് വീഡിയോ ആകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രമേ വരുള്ളൂ. കാരണം ഗുരുമന്ത്രിയിലൊക്കെ കണക്ട് ചെയ്യുന്ന എല്ലാവരും അത്തരത്തിലുള്ളവരാണ്. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ട് 1 മാസമായിട്ടുള്ളൂ. പക്ഷേ കുറേ പേര് എന്നെ ഭയക്കുന്നുണ്ട്. എന്തിനാ ഭയക്കുന്നത് നിങ്ങൾ? ഞാൻ പറഞ്ഞിരുന്നത് കോമ്പറ്റീറ്റേഴ്സാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തത്. എന്തോ ഇതിനു മുമ്പ് ഈ ഒരു ഫീൽഡിലുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവർ വല്ലാതെ തന്നെ ഭയക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതല്ല, തെളിവുകൾ സഹിതം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് നാളായില്ലേ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്, വൻ വൃക്ഷമായി മാറിക്കഴിഞ്ഞില്ലേ. ഞാൻ വെറും ചെടിയാന്നേ, വെറും ഒരു പയ്യെ, ചെറിയൊരു ചെടി വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോഴേ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാലോ? അല്ല, കുറച്ച് പേര് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നത് കുറച്ച് പേർക്കൊന്നും അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പോൾ അവരെനിക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും വിബിധയെ ഏൽക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഗുരുമന്ത്രിയെ ഏൽക്കാൻ പോകുന്നില്ല. കർമ്മ എന്നുള്ളതുണ്ട്. തിരിച്ച് വന്ന താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായാൽ കൊള്ളാം. ഇതൊരു ബിസിനസ് അല്ലേ, ഈ കോമ്പറ്റീറ്റേഴ്സൊക്കെ ഉണ്ടാകും. അല്ലാതെ നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാം. ഇനിയിപ്പോൾ നാളെയും കുറച്ച് പേര് വരും. ഇനിയിപ്പോൾ ഓരോരുത്തർ കയറി വരും. പക്ഷേ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്താ? എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം, ഇല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ അത്ര വലിയ ബിസിനസ് വുമണൊന്നും അല്ല, എങ്കിൽ പോലും ഞാൻ ഒരു എക്സാമ്പിൾ വെറുതെ നിങ്ങൾക്കൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതാണ്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ആയതൊന്നും കരുതല്ലേ. ഒരു കാലത്ത് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ്. അതും നെറ്റ് തീരുമോ എന്ന് വിചാരിച്ച് കുറേശ്ശെ ഉപയോഗിക്കുന്നു. പിന്നെ നെറ്റ് ഓഫ് ആക്കി വെക്കും. ഡേറ്റ തീർന്നു പോയാലോ, രാത്രി വരെ വേണ്ടേ, പിന്നെ 12 മണി കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ കിട്ടുള്ളൂ. അപ്പോൾ നെറ്റ് കുറച്ച്. പിന്നെ അതുപോലെ കോൾ ചെയ്യുമ്പോഴാണെങ്കിലും ബാലൻസ് തീരാറായി, ഞാൻ വെക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേഗം കോള് കട്ട് ചെയ്യും. കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് പൈസ വരും, ഇത്രയും രൂപ തീർന്നു, ഇനി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. എവിടെ ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പോലെ പണ്ട് കാലത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വന്നത് എങ്ങനെയാ? നമ്മുടെ അംബാനി ജിയോ കൊണ്ടുവന്നു. അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ അങ്ങോട്ട് കൊടുത്തു, എല്ലാവർക്കും ഫ്രീ കൊടുത്തു. അപ്പോൾ എന്താ പറ്റിയേ? മറ്റുള്ള കമ്പനിക്കാർക്ക്, മറ്റുള്ള നെറ്റ്വർക്കിന് അടിയായി. ആർക്കൊക്കെ? നമ്മുടെ ഐഡിയക്കും വോഡഫോണിനും എയർടെലിനും ഒക്കെ ഇതിന് അടിയായിന്നേ. എന്താ, ജിയോ ഫ്രീ കൊടുക്കല്ലേ, അപ്പോൾ എല്ലാവരും ഫ്രീയിലേക്ക് പോകും. മലയാളികൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഇതെന്തോ ടെൻഡൻസി ഉണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകും, സ്വാഭാവികം. അപ്പോൾ അത് നല്ല കാര്യമാണ്, മോശമൊന്നുമല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ പിന്നീട് എന്താ ചെയ്തേ? ഈ പറഞ്ഞ വോഡഫോണിനും ഐഡിയയ്ക്കും എയർടെലിനും ഫ്രീ കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇത് പറ്റുമായിരുന്നു ഫ്രീ കൊടുക്കാൻ, പക്ഷെ ചെയ്തില്ല. എന്താ? ആ ലാഭം മുഴുവനും കിട്ടണം, അതുവേണ്ടി ഫ്രീ കൊടുത്തില്ല. ഈ ഒരു സംഭവം നമ്മുടെ ജിയോ വന്നപ്പോഴാണ്. നമ്മുടെ ജിയോ ആണ് ഇതെല്ലാം തകർത്തത്. പിന്നീട് ജിയോ എന്ത് ചെയ്തു? ഇപ്പോൾ കുറേ പേർക്ക് ഫ്രീ ആയിട്ട് കിട്ടി നമ്മൾ നെറ്റും അൺലിമിറ്റഡ് ആയിട്ട് കോൾ ചെയ്തു, അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് ഉപയോഗിച്ച് അങ്ങോട്ട് ശീലിച്ചു പോയി. നമ്മൾ മലയാളികൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ നമ്മളതങ്ങോട്ട് ശീലിച്ചു പോയി. അപ്പോൾ പിന്നെ എന്താ, അത് നിർത്താൻ പോവാണ്. അയ്യോ, നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത്രയും നാളെ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ വിളിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ 199 രൂപയുടെ ഓഫർ, 399 രൂപയുടെ ഓഫർ അങ്ങനെ കൊടുത്തു. അപ്പോൾ 399 രൂപ കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് 1 മാസം ഫ്രീ ആയിട്ട് വിളിക്കാമല്ലോ. എങ്ങനെ? പണ്ട് നമ്മൾ 100-500 രൂപക്കൊക്കെ ചെയ്തിട്ട് ഇച്ചിരി കോളം വിളിച്ചുകൊണ്ടും ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യർക്ക് ഇതിപ്പോൾ എന്താ, ഈ ചെറിയൊരു എമൗണ്ടിന് 399 രൂപക്ക് ഫ്രീ ആയിട്ട് 1 മാസം അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കാം. അപ്പോൾ എന്താ, നമ്മൾ ശീലിച്ചു വന്ന ശീലം മാറൂല. 1-2 വർഷം നമ്മൾ ശീലിച്ചല്ലോ ഫ്രീ ആയിട്ട് വിളിക്കാനൊക്കെ. അങ്ങനെ ജിയോ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ, ബാക്കിയുള്ളവർക്കും കൊടുക്കാൻ പറ്റി. എയർടെലിനും കൊടുക്കാൻ പറ്റി, ഐഡിയക്കും കൊടുക്കാൻ പറ്റി, വോഡഫോണിനും കൊടുക്കാൻ പറ്റി. അങ്ങനെ എല്ലാ നെറ്റ്വർക്കിനും അത് കൊടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ നിങ്ങൾ ചെയ്തില്ല. എന്താ? ലാഭം കിട്ടാൻ, കൂടുതൽ കിട്ടാൻ. ഇങ്ങനെ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ജിയോ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ക്രിസ്റ്റൽസ് ഇപ്പോൾ ഇവിടെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിക്കുന്നത് കരിങ്ങാലി ബ്രേസ്ലെറ്റ്. ഏത് പേജിൽ നിങ്ങൾ നോക്കിയാലും കാണാം, കരിങ്ങാലി ബ്രേസ്ലെറ്റ് ആണ് ഹൈലൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിന് അത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്. ആ ഒരു എനിക്കറിയാം, എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കരിങ്ങാലി ബ്രേസ്ലെറ്റാണ്. പക്ഷേ ഗുരുമന്ത്രയിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തു. അതിൽ ഞാൻ ഒന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, കരിങ്ങാലി ബ്രേസ്ലെറ്റ് മാത്രമല്ല, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റോൺസ്, ക്രിസ്റ്റൽസ് നമ്മുടെ ഇവിടെ ഉണ്ട്.
അതും കൂടി മറ്റുള്ളവരെ സാധാ ജനങ്ങളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരുപാട് സോഡ ലൈറ്റ് ഉണ്ട്, ലാപ്പീസ് ഉണ്ട്, ഇതുപോലെ റോസ് കോട്ട്സ് ഉണ്ട്, ക്രിസ്റ്റൽസ് ഉണ്ട്, ക്ലിയർ കോട്ട്സ് ഉണ്ട്, അമത്തിസ്റ്റ് ഉണ്ട്, അങ്ങനെ നിരവധി സ്റ്റോൺസ് ഉണ്ട്, സൺസ്റ്റോൺ ഉണ്ട്, മൂൺ സ്റ്റോൺ ഉണ്ട്, നിരവധി സ്റ്റോൺസ് ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ള ഒരു അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അവരോട് പറയും, നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ പ്രശ്നം ഇതല്ലേ, ഇതിന് പറ്റിയ സ്റ്റോൺ ഇതാണ്, നിങ്ങൾക്ക് കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഞാൻ ഫ്രീ ആയിട്ട് തരാം, നിങ്ങൾ മേടിച്ചോ, നിങ്ങൾ ഈ ക്രിസ്റ്റൽ മേടിച്ചോ. കരിങ്ങാലി ബ്രേസ്ലെറ്റ് മറ്റുള്ള പേജിൽ ഒരുപാട് വിലയ്ക്ക് കൊടുക്കുന്നത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു, പകരം നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് മേടിക്കും, അതും വളരെ തുച്ഛമായ എമൗണ്ടിന്. അങ്ങനെ ഞാൻ സെയിൽ ചെയ്തപ്പോൾ എനിക്കറിയില്ല ആർക്കൊക്കെ അത് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന്. അത് എൻ്റെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാനുള്ളത് എനിക്കില്ല റൈറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലർക്കും അതൊരു അടിയായിട്ടുണ്ടെന്ന് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നു. എനിക്കറിയാം കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതും അല്ലാതെ ഒരു കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ ഇതേ ബിസിനസ് ചെയ്യുന്ന മറ്റൊരാൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതും മനസ്സിലാകാനുള്ള ഇതൊക്കെ ലേശം എനിക്കുണ്ട്. കാരണം ഞാൻ ഉച്ചയ്ക്ക് ചോറും രാവും പകലും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതുകൊണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാകും കേട്ടോ. നിങ്ങൾ ഇതേ ബിസിനസ് ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ റേറ്റ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിലും ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ്. ഞാൻ മറ്റൊരു കാര്യവും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക മാത്രമല്ല, റേക്കി ഹീലിംഗ് അത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അത് എനിക്ക് എൻ്റെ ഗുരുക്കന്മാർ എന്നിലേക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. മറ്റുള്ളവരുടെ പ്രശ്നം ഇതാണെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനുള്ളത്. അവർ നമ്മളൊരു കാര്യം പറയില്ല, ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെ, റേക്കിയിലൂടെ. അത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അപ്പോൾ റേക്കിയും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം റേക്കി എന്ന് പറയുന്ന ഒരു എനർജൈസിങ് ഉണ്ടല്ലോ, ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു 3000-4000 രൂപ പുറത്ത് കൊടുക്കണം. എവിടെ ആൾക്കാരെ നമ്മൾ റേക്കി മാസ്റ്റേഴ്സിനെ നിങ്ങളൊന്ന് കാണാനായിട്ട് 2500-3000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്ന് നമ്മളെ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ഇതാണ്, ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഹീലിങ്ങിന് റേറ്റ് കൂടി 4000-5000 അങ്ങനെ റേറ്റ് കൂടി വരും. ഇപ്പോൾ ഒന്നിലധികം പേർക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിയിൽ അച്ഛന് മാത്രമല്ല മക്കൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഇങ്ങനെ കയറി വരും. പക്ഷെ അതും റേക്കി ഹീലിങ്ങും സ്റ്റോണിലേക്ക് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ പേഴ്സൺ വരുന്ന വിളിക്കുകയാണെങ്കിൽ വളരെ നിസ്സാര പ്രൈസിന് ഞാൻ കൊടുത്തു. ഞാൻ റേറ്റ് പറയാം, വെറും 500 രൂപയ്ക്ക്. 4000, 5000, 6000 രൂപയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഞാൻ വെറും 500 രൂപയ്ക്ക് കൊടുത്തു. പലരും ചെയ്യുന്ന പോലെ എനർജൈസിങ് എന്ന് പറഞ്ഞിട്ട് നെയ്യിലിട്ട് കഴുകിയിട്ടോ പനിനീരിലിട്ട് കഴുകിയിട്ടോ വിഭൂതി കൊള്ളിച്ചോ മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് പലരുടെയും കയ്യിൽ നിന്ന് കൈമാറി വരുന്നതായിരിക്കും. അതായത് ഈ ഒരു സ്റ്റോണ് ഈ ഒരു ബീഡാക്കി മാറ്റാനായിട്ട് ഒരുപാട് സ്റ്റാഫുകൾ വേണമല്ലോ. മെഷീനിലാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഒരു സ്റ്റാഫ് വേണം. അവർ പല എനർജിയിലായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അവർ വരുന്ന വഴിക്ക് പല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം. പല എനർജിയിൽ നിന്നിട്ട് ആയിരിക്കും അവരിത് ഈ ഒരു ബ്രേസ്ലെറ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ അവരുടെ എനർജിയൊക്കെ ഈ ബ്രേസ്ലെറ്റിൽ, ഈ സ്റ്റോൺസിൽ വരും. അപ്പോൾ നമ്മളതൊന്ന് പോസിറ്റീവ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ചെയ്യാറുള്ള പോലെ ശുദ്ധീകരണം ആദ്യം ഞാനും ചെയ്യും. അതിനെയാണ് നിങ്ങൾ എനർജൈസിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണോ എനർജൈസിങ്? അത് എനർജൈസിങ് അല്ല. അത് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തു, പറഞ്ഞു കൊടുത്തു. അത് നെയ്യിൽ കഴുകുന്നതോ പനിനീരിൽ കഴുകുന്നതോ വിഭൂതി കൊള്ളിക്കുന്നതോ അത് എനർജൈസിങ് അല്ല, അതൊരു ശുദ്ധീകരണമാണ്. അതൊരു ശുദ്ധീകരണം നടത്തിയിട്ട് നിങ്ങൾ കൊടുക്കുന്നു. ഇതേപോലെ ശുദ്ധീകരണം നടത്തിയതിന് ശേഷം നിങ്ങൾ പറയുന്ന പോലെ എനർജൈസിങ്, നിങ്ങളൊക്കെ പറയുന്നത് അത് എനർജൈസിങ് എന്നാണ്. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എനർജൈസിങ്. ആ സംഭവം ഞാനിവിടെ ചെയ്യുന്നു. തലേ ദിവസം ചെയ്യും. പിറ്റേ ദിവസം രാവിലെ റേക്കി ഹീൽ ചെയ്ത് ആ സ്റ്റോൺസിന്, ഓരോ സ്റ്റോൺസിനായിട്ട് പവർ കൊടുക്കുമ്പോൾ വെറുതെ അല്ല, ഓരോരുത്തരുടെ പേരും അവരുടെ ആവശ്യവും പറഞ്ഞ് എഴുതി വെച്ചിട്ട്, ഇത്ര കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ ഒരാളുടെ പോലും പേര് എനിക്ക് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഇതിലെല്ലാ കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങി ചെയ്യുന്നത്. അതിന് പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക്. ഇത്ര ആൾക്കാരുടെ എഴുതി വെക്കണം. റേക്കി ഹീലിംഗിൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരെ എത്തിക്കണം. അത് കഴിഞ്ഞിട്ട് പാക്കിങ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്ന ആ സ്ലിപ്പ് എടുത്ത് മാറ്റുള്ളൂ. കാരണം നിങ്ങൾ അല്ലാതെ എല്ലാം കൂടി കൂട്ടമായിട്ട് എനർജൈസ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വിടുകയല്ല. ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ അത്രത്തോളം ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം ഹാർഡ് വർക്ക് അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എനിക്കുള്ളത് കൊണ്ടായിരിക്കും എന്നല്ല, അതെ. അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ആ കണ്ണീരങ്കടങ്ങൾ തുടച്ചു കളഞ്ഞാൽ മതി. അല്ലാതെ ഇതുപോലെയുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്നത് വളരെ മോശമല്ലേ ബ്രോ? അല്ല, ആരാണെങ്കിലും
അപ്പോൾ ആരും എന്നെ പേടിക്കണ്ട, ഞാനൊരു ചെറിയൊരു ചെടിയാണ്. നിങ്ങളെപ്പോലെ വൻ വൃക്ഷം വൻ വൃക്ഷമൊന്നും ഞാൻ ആയിട്ടില്ല. ഞാൻ ചെറിയൊരു ചെടിയാണ്. ഈ തിരിക്കോളുള്ള എന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഭയപ്പെടുന്നത്? നിങ്ങളൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരല്ലേ, ഞാനൊക്കെ ചെറുത്. എങ്ങനെയെങ്കിലും സൈഡോട് ജീവിച്ചു പോയിക്കോട്ടെ. ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഞാൻ ആദ്യത്തെ 100 പേർക്ക് കൊടുക്കുമെന്നാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കരുതി വേണ്ട, എല്ലാവർക്കും കൊടുക്കാം. ഇനിയിപ്പം ഞാൻ പറയുകയാണ്, ഗുരുമന്ത്രയിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രോഡക്റ്റും, ബ്രേസ്ലെറ്റ് കേട്ടോ, ഏത് ബ്രേസ്ലെറ്റ് മേടിക്കുന്നവർക്കും ഞാൻ കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ ആദ്യത്തെ കുറച്ച് നാൾ മാത്രം ഫ്രീ ആയിട്ട് കൊടുക്കാം, പിന്നെ ചാർജബിൾ ആക്കാമെന്ന് ഞാൻ കരുതിയത്. മോസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയതുകൊണ്ട്. നിങ്ങളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്കതുണ്ടല്ലോ, ഇനി അങ്ങോട്ടേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഇനിയുള്ള കാലം ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാം. എന്നെക്കൊണ്ട് ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ ഇനി എടുപ്പിക്കരുത്. മാത്രമല്ല, ഞാൻ കൂടുതൽ ഓഫർ കൂടി കൊണ്ടുവരാൻ പോവാം. എന്താ വിഷമം? അവർ ചോദിക്കുന്ന മൂൺ സ്റ്റോണ്, സൺസ്റ്റോണ്, ക്ലിയർ ക്വാർട്സ്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഇതില്ലേ സെലനൈറ്റ് പ്ലേറ്റ്, അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്താലേ നിങ്ങൾക്ക് വിഷമാവോ? എന്നാൽ ഞാൻ കൊടുക്കാൻ പോവാം കേട്ടോ. അടുത്ത ആഴ്ച ഓഫർ വരുന്നുണ്ട്, ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാം. സെലനൈറ്റ് പ്ലേറ്റ് ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നേ ഫ്രീ ആയിട്ട്. എനിക്ക് എന്തുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ ഓരോ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കല്ല ചെയ്യുന്നത്. ഇന്ന ആളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ അങ്ങനെ വാങ്ങിക്കല്ല ചെയ്യുന്നത്. ഞാൻ അവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ബൾക്കായിട്ടാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിസ്സാര പ്രൈസിന് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടായിരിക്കാം. കാരണം ലാഭം കുറയും. അതുകൊണ്ടാണ് നിങ്ങൾ ഭയങ്കര കത്തി വരെ ഇട്ടിട്ട് ഓരോ പേജിൽ ഇത് വിൽക്കുന്നത്. എനിക്കിത് ബൾക്കായിട്ട് എടുക്കാനും പറ്റുന്നുണ്ട്, അതുപോലെ എനിക്ക് കസ്റ്റമൈസ് ചെയ്യാനും ഉള്ളത് കൊണ്ടാണ് എനിക്കിത് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. എന്ന് കരുതുകൊണ്ട് നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? ഞാനിവിടെ സൈഡോടെ ബിസിനസ് ചെയ്ത് പോകുന്നതല്ലേ. നിങ്ങൾ എന്നെ എത്രത്തോളം ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രത്തോളം ഞാൻ മോട്ടിവേറ്റ് ആകും. ഈ സ്റ്റോൺസ് ഞാനും ധരിക്കുന്നുണ്ടേ. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും ഇപ്പോൾ വീഡിയോസായിട്ടൊക്കെ വരാറില്ല. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ചുമ്മാ എല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങനെ എനർജൈസ് ചെയ്ത് കഴുകി വെള്ളത്തിലിട്ടിട്ട് അയച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തർ വെച്ച് ചെയ്യുമ്പോൾ അത്രത്തോളം ശരിയാണ്. നമുക്കൊരു സ്റ്റാഫിന് വെച്ചാൽ 10, 20, 10,000, 20,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു സ്റ്റാഫിനെ കിട്ടും നമുക്ക്. പക്ഷേ അവരും ഈ പറഞ്ഞ പോലെ പല എനർജിയിൽ നിന്ന് വരുന്നവരായിരിക്കും. ചിലപ്പോൾ ഫാമിലി പ്രശ്നം ഉണ്ടാവാം, പല എനർജിയിൽ നിന്ന് വരുന്നവരൊക്കെ അറിയാം. അപ്പോൾ ആ എനർജി നമ്മുടെ സ്റ്റോൺസിനെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യുന്നത്. എല്ലാത്തിലും എൻ്റെ കൈ എത്തണം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളിവിടെ സ്റ്റാഫിനൊന്നും വെച്ചിട്ടില്ല. സ്റ്റാഫിനെ വെക്കുകയാണെങ്കിൽ എനിക്ക് സുഖമായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റും, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെസ്സേജ് അയക്കുമ്പോഴും പോലും ഞാൻ വരുന്നത് മറ്റുള്ള എനർജീസ് വന്ന് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നെ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത്. അതുകൊണ്ട് അത്രത്തോളം ഹാർഡ് വർക്ക് ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യൂ, തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അല്ലാതെ അത്രത്തോളം ഹാർഡ് വർക്ക് ഇടുന്ന ഒരാളെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ നോക്കല്ലേ, മോശമല്ലേ അതൊക്കെ. അപ്പോൾ എനിക്കിട്ട് പാര വെച്ചവരോടൊന്നും എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തതെന്നും എനിക്ക് മനസ്സിലാകും. പക്ഷെ കുഴപ്പമില്ല. പിന്നെ കൺസൾട്ടേഷൻ, നമ്മൾ ഒരാളെ കൺസൾട്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ കൺസൾട്ടേഷൻ നിർബന്ധമില്ല, ആവശ്യമുള്ളൊരു മാത്രം എടുത്താൽ മതി, അല്ലാത്തൊരു കൺസൾട്ടേഷൻ എടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് തോന്നുകയാണ് ശത്രുദോഷമുണ്ട്, പ്രശ്നമുണ്ട്, ആരോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കൺസൾട്ടേഷൻ എടുത്താൽ മതി, അല്ലാത്തൊരു കൺസൾട്ടേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കൺസൾട്ടേഷൻ നമ്മൾ ചാർജബിൾ ആണ്, 500 രൂപ. അല്ലാതെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ മേടിക്കില്ല. കൺസൾട്ടേഷൻ ആകെ നിങ്ങളുടെ ഫാമിലിയിൽ ആരെക്കുറിച്ചും എന്തും നമ്മൾ വേണമെങ്കിൽ പറയാം. ഒരാളെ മാത്രമല്ല നമ്മൾ എനർജൈസ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ പെർ ഹെഡിന് 500 അങ്ങനെയൊന്നുമല്ല, മൊത്തത്തിൽ ചെയ്യാനായിട്ട് 500 വരുന്നുള്ളൂ, ചാർജ് ഉണ്ട്. അപ്പോൾ അറിയില്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കൺസൾട്ടേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് കൺസൾട്ടേഷൻ്റെ ആവശ്യമില്ല വിവിധ, വേണ്ട, നമുക്ക് അതിൻ്റെ എന്ന് കരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോൺസ് തരാതൊന്നിരിക്കില്ല. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള സ്റ്റോൺസ് ഞാൻ സെലക്ട് ചെയ്ത് വരും. കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലവർ ഒരു എക്സാമ്പിൾ വരും, ചിലർ മണി മാഗ്നറ്റ് ആയിരിക്കും ചോദിക്കുക, പക്ഷെ അവർക്ക് ആ സ്റ്റോൺ ആയിരിക്കില്ല വേണ്ടി വരിക. അത് നമുക്ക് കൺസൾട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള സ്റ്റോൺസ് നമ്മൾ ഇടാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്കിതിൽ കൂട്ടിച്ചേർക്കണം തോന്നി. എല്ലാ കസ്റ്റമേഴ്സിനും ഇതേപോലെ എല്ലാം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല എല്ലാ സ്റ്റോൺസും. ഇത് ഓരോ സ്റ്റോൺസും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപകാരപ്പെടുന്നത്, എനർജിയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ എല്ലാം ഇട്ട് നടക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ യൂസ്ഡായി എന്നൊക്കെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാല ഇറക്കുന്നുണ്ട്. മാല ആകുമ്പോൾ ഈ സ്റ്റോൺസ് എല്ലാം കൂടിയുള്ള മാല, ആ മാല ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ മാല. ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഇതിനകത്ത്
8-9 സ്റ്റോൺസ് ഉണ്ട്, ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇട്ടുകൊണ്ട് നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു മാല ഇടാം. മാലയാകുമ്പോൾ കഴുത്തിലിടുമ്പോൾ ആരും കാണില്ല. നമ്മൾ സാരി എടുക്കുമ്പോഴൊക്കെ ഒന്ന് താത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ മാല അങ്ങോട്ട് താഴ്ത്തിയിട്ട് ചുരിദാറൊക്കെ ഇടുമ്പോൾ ഇതാരും കാണില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാല ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റമർ നമുക്ക് വിവിധ എനിക്കിതെല്ലാം വേണം, പക്ഷെ ഇതെല്ലാം ഇട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റൂല, എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പേടിക്കേണ്ട, നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിനകത്തുള്ള സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് കൂടി ഞാനൊന്ന് പറയാം. ബ്ലാക്ക് ഓപ്സൈഡിയൻ ഉണ്ട്, അറിയാമല്ലോ. നമുക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എഫക്റ്റ് ആവാതിരിക്കാനാണ് ബ്ലാക്ക് ഓപ്സൈഡിയൻ ഉണ്ട്. പിന്നെ ഹെമറ്റൈറ്റ് ബ്രേസ്ലെറ്റ് ഉണ്ട്, മണി അട്രാക്റ്റീവിനും നെഗറ്റീവ് എനർജിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഗ്രീൻ അവഞ്ചർ ഉണ്ട്, സൺസ്റ്റോൺ ഉണ്ട്, പിന്നെ റോഡ് സ്കോട്ട്സ് ഉണ്ട്, ഓറ ഹെമറ്റൈറ്റ് ഉണ്ട്, ടൈഗ്രൈ ഉണ്ട്. ഇതെല്ലാമുള്ള ഒരു ബ്രേസ്ലെറ്റ് അല്ല, മാലയാണിത്. ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ, അതായത് എൻ്റെ കൈ കാണുന്ന എല്ലാ സ്റ്റോൺസും അല്ലേ, അതെല്ലാം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. ആൾക്കിത് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതെല്ലാം വാങ്ങിച്ചിടാം, പക്ഷെ എല്ലാം കൂടെ കയ്യിലിടാനായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് ഈ ഒരു മാലയാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ കഴുത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ആരും കാണില്ലല്ലോ മാല, ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇട്ടെടുക്കാൻ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇതും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന സ്റ്റോൺസ് വെച്ചിട്ട് നമ്മൾ ചെയ്തു തരും. നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റോൺസ് ആണോ വേണ്ടത്, എന്തൊക്കെ ഗുണമാണോ വേണ്ടത്, അതനുസരിച്ച് നമ്മൾ ചെയ്തു തരും. അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട, ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഗുരുമന്ത്രയുടെ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച്, ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ബാക്കിലിടാം. കൂടാതെ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, ഗുരുമന്ത്രയുടെ ചാനൽ, ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ബാക്കിലല്ലേ ഗുരുമന്ത്രനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ കരുതി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊളാബ് ചെയ്യുന്നുണ്ട് ആ ചാനൽ. ഇനിയുള്ള വീഡിയോസ് കൂടുതൽ ഡെയിലി ഇതുപോലുള്ളൊരു വീഡിയോസ്, പ്രോഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ ഗുണങ്ങളോ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോസ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വരും. ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിലല്ല, ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങളത് ഒന്ന് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോസും അതിനകത്ത് ഉണ്ടാവും. ഓരോ കസ്റ്റമർ റിവ്യൂ ഉണ്ടാവും, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാകും. അപ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ, എനിക്ക് പാര വെച്ചവരോട് എനിക്കൊന്നുമില്ല, ദേഷ്യമില്ല, വാശിയില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെയുള്ള ചീപ്പ് പരിപാടികൾ ചെയ്യാതിരിക്കാൻ നോക്കുക. പക്ഷെ ഞാൻ പ്രതികരിക്കും, തെറ്റ് കണ്ട ഞാൻ പ്രതികരിക്കും. ആ പ്രതികരണം ഒരുപക്ഷെ ആരെയൊക്കെ ഹേർട്ട് ചെയ്യുന്ന എനിക്കറിയില്ല. മാക്സിമം ആരും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പ്രതികരിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ ഞാൻ പ്രതികരിക്കും തെറ്റ് കണ്ട, അതിപ്പോൾ ആരോടാണെങ്കിലും. എന്തൊക്കെ പറഞ്ഞാലും റേക്കി എന്ന് പറയുന്നതിലുള്ള ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇതിനോട് നിങ്ങൾ എതിര് ചെയ്യാതിരിക്കുക ആരും. അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ ആരെയും ഒരാളെ പറ്റിച്ചല്ല ജീവിക്കുന്നത്, ഒരാളെ വെട്ടി വീഴ്ത്തിയിട്ടും അല്ല ജീവിക്കുന്നത്. നമ്മുടേതായ ഇത് വെച്ചിട്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഇടുക. നിങ്ങളുടെ ബിസിനസ്സും അടിപൊളിയായിട്ട് പോകും. എല്ലാവരുടെ ബിസിനസ്സും എല്ലാവരും നല്ല രീതിയിൽ പോട്ടെ. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അതോ എൻ്റെ ചാനലിൽ വന്ന് ഞാൻ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണ് എന്നിൽ. ഞാൻ ആരെയും ചതിക്കില്ല, ഞാൻ ആരെയും പറ്റിക്കില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് ബിസിനസ് ചെയ്യാൻ പോവുക. ഇതുവരെ ചെയ്തതും ആത്മാർത്ഥമായിട്ടാണ്, ഇനിയും മുന്നോട്ടും അത്തരത്തിൽ തന്നെയായിരിക്കും. ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകുന്ന അവസാന നിമിഷം വരെ ഒരാളെയും പറ്റിച്ചും ഒരാളെ വഞ്ചിച്ചും ഒരാളെ നശിപ്പിച്ചും ഞാൻ ഒന്നും ചെയ്യില്ല. ഇത് എൻ്റെ വാക്കാണ്. ഇത് ഞാൻ എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ ദൈവങ്ങൾക്കും ഞാൻ കൊടുത്ത വാക്കാണ്. ഈ ഭൂമിയിൽ നിന്നും ഞാൻ അവസാന ശ്വാസം വലിക്കുന്നവരെ ഞാൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഒരു തരത്തിലും ഞാൻ നിങ്ങളെ പറ്റിക്കില്ല, വഞ്ചിക്കില്ല, നിങ്ങളെ തെറ്റായ രീതിയിലേക്ക് നയിക്കില്ല. അപ്പോൾ ഇനി ഞാൻ ഗുരുമന്ത്രയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടി പറഞ്ഞു തരാം കേട്ടോ, ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും. ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ 3 കല്ലുകൾ ചേർന്ന ബ്രേസ്ലെറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നു. ഈ ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികളെ അകറ്റാൻ നമ്മളെ സഹായിക്കുന്നു. ഒരു സംരക്ഷണം, ഈവിളൈ അതായത് ദൃഷ്ടിദോഷം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ടൈഗ്രൈ ധരിക്കുന്നത് മൂലം നമുക്ക് വല്ലാത്തൊരു ധൈര്യമാണ് വരുന്നത്. ഫോക്കസ് കൂട്ടാനും ധനം നമ്മളിലേക്ക് ആകർഷിക്കാനും ഹെമറ്റൈറ്റ് സ്റ്റോൺ ഇതിലുണ്ട്. ബ്ലാക്ക് ഓപ്സിഡിയൻ ശരീരത്തിനും മനസ്സിനും ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് ദോഷകരമായിട്ടുള്ള ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നോ നമ്മളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആത്മവിശ്വാസം കൂട്ടി നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി അത് പോസിറ്റീവ് ചിന്തയാക്കാൻ, ഉൾഭയം, പേടി, ടെൻഷൻ എന്നിവയുള്ളവർക്കൊക്കെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഭയങ്കര പവർഫുൾ ആയിരിക്കും. നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളെക്കാതെ ഈ സ്റ്റോണിൻ്റെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യും. മണി മാഗ്നറ്റ്
ഗുരുമന്ത്രയിലെ മോസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റാണ്. പണം, സക്സസ്, ഓപ്പർച്യൂണിറ്റി ആകർഷിക്കുന്ന ഒരു ക്രിസ്റ്റൽസ് കോമ്പിനേഷനാണ് ഈ ബ്രേസ്ലെറ്റിലുള്ളത്. ഇതിൽ സിട്രിൻ, പൈറേറ്റ്, ഗ്രീൻ അവഞ്ചർ, ടൈഗ്രൈ വെൽത്ത് അട്രാക്ട് ചെയ്യാനും പണം, ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ആകർഷിച്ച് വരുന്ന കുറച്ച് സ്റ്റോൺസ് ആണ്. ബിസിനസ് ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്, എന്ത് സക്സസിനും നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചാൽ മതി. വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. ഡിസിഷൻ മേക്ക് ചെയ്യാനും ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നു. ഒരു പോസിറ്റീവ് എനർജി, അതായത് നെഗറ്റീവ് വൈബ്സ് നീക്കി പോസിറ്റീവ് ആക്കുന്നു. ലക്ക്, സക്സസ്, ഭാഗ്യവും വിജയവും വർദ്ധിപ്പിക്കുന്ന സ്റ്റോൺ. സിട്രൻ എന്ന് വെച്ചാൽ മണിയും സക്സസും, പൈറേറ്റ് വെൽത്തും പ്രൊട്ടക്ഷനും, ഗ്രീൻ അവഞ്ചർ ലക്കും ഓപ്പർച്യൂണിറ്റീസും, ടൈഗ്രയെ കോൺഫിഡൻസും ആക്ഷനും. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ബ്രേസ്ലെറ്റിൽ കിട്ടിയാലോ മണി മൈൻഡ് സെറ്റ് പ്ലസ് സക്സസ് എനർജി പ്ലസ് കോൺഫിഡൻസ് നൽകും. ഇത് ഞാൻ കൂടുതൽ ബിസിനസ്സുകാർക്കും വർക്ക് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം അവരാണല്ലോ പണം ഉണ്ടാക്കി നമ്മളിലേക്ക് കൊണ്ടു തരുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നവർ ഇത് ധരിക്കുക. ഇതാണ് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. നമ്മുടെ കുഞ്ഞു മക്കൾ മുതൽ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന വലിയ മക്കൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ബ്രേസ്ലെറ്റ് ധരിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു. പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത നേടാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും പഠിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാനും സഹായിക്കുന്നു. മനഃശക്തി ലഭിക്കാൻ, ടെൻഷൻ, ആശങ്ക കുറയ്ക്കാൻ സഹായിക്കുന്ന സ്റ്റോൺസ് ആണ് ഇതിലുള്ളത്. ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് പരീക്ഷകൾക്കും പഠനത്തിനും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജിയും നല്ല ചിന്തയും നല്ല എനർജിയും വർദ്ധിപ്പിക്കുന്ന അത്തരം എനർജി ഉള്ള കോമ്പിനേഷൻസ് ഉള്ള സ്റ്റോൺസ് ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ കോളേജിൽ പഠിക്കുന്ന വലിയ കുട്ടികൾ വരെ ഇത് വാങ്ങിച്ച് ധാരാളം ധരിക്കുന്നുണ്ട്. പിന്നെ ചില പാരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഇത് കുട്ടികൾക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അതെ, മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രേസ്ലെറ്റ് ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് കുട്ടികളുടെ ബാഗിൽ വെച്ച് കൊടുക്കാം. സ്കൂളിൽ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാതെ പിന്നെ പുറത്തോട്ടൊക്കെ നിങ്ങൾ ഷോപ്പിങ്ങിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോവില്ലേ. മറ്റുള്ള ദൃഷ്ടിദോഷങ്ങൾ നമ്മുടെ കുഞ്ഞിനെ ഏൽക്കാതിരിക്കാൻ ഇതിൽ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഉണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുട്ടികളെ കാമാക്കി വെക്കാനും ഏകാഗ്രത, അതായത് പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനായിട്ട്, അതായത് ഒരു ശ്രദ്ധ വേണ്ടേ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾക്ക് പല കാര്യത്തിലും ശ്രദ്ധ ഉണ്ടാവുക. എന്നാൽ അതെല്ലാം മാറ്റി പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കാനായിട്ട് പറ്റുന്ന എനർജി ഈ സ്റ്റോണിനുണ്ട്. റോഡ് സ്കോട്ട്സ് സ്നേഹവും കരുണയും വർദ്ധിപ്പിച്ച് ഹൃദയത്തിൽ സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണ് റോഡ് സ്കോട്ട് സ്റ്റോണ്. ഹൃദയചക്രം ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. തുറന്ന മനസ്സും സന്തോഷവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ ഇതിലുള്ളത്. നമുക്ക് മനഃശക്തി നൽകും. സമ്മർദ്ദം, ദുഃഖം, ആശങ്ക, സ്ട്രെസ്സ് അതൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. ഇപ്പോൾ പ്രണയബന്ധമായിക്കോട്ടെ, കുടുംബ ബന്ധമായിക്കോട്ടെ, സൗഹൃദങ്ങളായിക്കോട്ടെ, ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, ഇവയെല്ലാം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന എനർജി ഈ സ്റ്റോണിനുണ്ട്. ഇത് നമ്മുടെ എനർജി ആയിട്ട് വർക്ക് ചെയ്ത് സെൽഫ് ലവ് വർദ്ധിപ്പിക്കുന്നു. സ്വയം വിശ്വാസവും സ്നേഹവും വർദ്ധിപ്പിക്കാനും കോൺഫിഡൻസ്, സെൽഫ് ആക്സെപ്റ്റൻസ് വളർത്താൻ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജിയിൽ നിന്നും പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോണിനുണ്ട്. നന്നായി ഉറങ്ങാനായിട്ട് ഇത് തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. നമുക്ക് ബെറ്റർ സ്ലീപ്പ് കിട്ടും. ഇതാണ് പ്രൊട്ടക്ഷൻ സ്റ്റോണ്. ഇത് ധരിക്കുന്നവർക്ക് യാത്രക്കിടയിലുള്ള സുരക്ഷ, ഒരു പോസിറ്റീവ് എനർജിയിൽ ലഭിക്കുന്നു. യാത്രയിൽ സുരക്ഷയുടെ പ്രതീകം എന്ന് വേണമെങ്കിൽ പറയാം. യാത്രക്കിടയിൽ അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ ഇതിലുള്ള കല്ലുകളുണ്ടല്ലോ, സ്റ്റോൺസ്, ദോഷകരമായ ഊർജങ്ങളെ തടയും. മനഃശക്തിയും ആത്മവിശ്വാസവും ഇത് ധരിക്കുന്നത് പോലെ ലഭിക്കും. ഭയം കുറയ്ക്കാനും മനസ്സിൽ സമാധാനം ഉണ്ടാക്കാനൊക്കെ ഇതിൽ സ്റ്റോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഭാഗ്യവർദ്ധകമായി കരുതുന്നു. യാത്ര വിജയകരമാക്കാൻ ലക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ സ്റ്റോൺസ് ഉണ്ടല്ലോ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബാലൻസ് നിലനിർത്തുന്നു. അതായത് നമ്മളിപ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ടാവും പുറത്ത്, പക്ഷേ ഏത് ദോഷകരമായ എനർജിയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ ചുറ്റും ഒരു കവചം പോലെ, ഒരു ഷീൽഡ് പോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഈ ഓരോ സ്റ്റോൺസിനും കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഒരു പ്രൊട്ടക്ഷൻ സ്റ്റോണാണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. ഇതാണ് പൈറേറ്റ് ബ്രേസ്ലെറ്റ്. സമ്പത്ത്, ഭാഗ്യം, വെൽത്ത് അട്രാക്ട് ചെയ്യാൻ, അതായത് പണം ആകർഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോണ്. ബിസിനസ് സക്സസ്, കരിയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നു. കൂടാതെ നെഗറ്റീവ് എനർജിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. ബാഡ് വൈബ്സിൽ നിന്നും നമ്മളെ അകറ്റുന്ന ഒരു പ്രൊട്ടക്ഷൻ സ്റ്റോണാണിത്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, കോൺഫിഡൻസ്, വിൽ പവർ കൂട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ മെച്ചപ്പെടുത്തും. എനർജി, മോട്ടിവേഷൻ,
ടയർഡ്നെസ് കുറയ്ക്കാനും മോട്ടിവേഷൻ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. മെൻ്റൽ ക്ലാരിറ്റിക്ക് അതായത് ഫോക്കസ് കോൺസെൻട്രേഷൻ മെച്ചപ്പെടുത്തുന്നു. ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോൺ ആണിത്. മാനിഫെസ്റ്റേഷനൊക്കെ അതായത് ഇഷ്ടങ്ങൾ നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്റ്റോൺ ആണ്. നമ്മുടെ ഓറ ഉണ്ടല്ലോ അത് സ്ട്രോങ് ആക്കും. ഇതാണ് സൺസ്റ്റോൺ. ഒരു പ്രകാശമുള്ള രത്നമാണിത്. ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും വർദ്ധിപ്പിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സ്റ്റോൺ ആണ് സൺസ്റ്റോൺ. ധൈര്യവും ആത്മവിശ്വാസവും കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല, പോസിറ്റീവ് എനർജി നൽകുന്നു. നെഗറ്റീവ് ചിന്തകൾ കുറിച്ച് മനസ്സിന് ഉന്മേഷവും സന്തോഷവും നൽകുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആശങ്ക കുറയ്ക്കാനും സഹായിക്കുന്നു. ലീഡർഷിപ്പ് കഴിവ് വർദ്ധിപ്പിക്കുന്നു. നേതൃത്വ ഗുണങ്ങൾ വളർത്താൻ, അതായത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഗുണകരമായിട്ടുള്ള സ്റ്റോണാണ് ഈ സൺസ്റ്റോൺ എന്ന് പറയുന്നത്. ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് ശരീരത്തിലെ ഊർജത്തെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മാത്രമല്ല ആകർഷണ ശക്തി കൂടി ഈ സ്റ്റോണിനുണ്ട്. വ്യക്തിത്വം മെച്ചപ്പെടുത്തുകയും ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു എനർജി ഈ സൺസ്റ്റോണിനുണ്ട്. ധൈര്യമായിട്ട് വാങ്ങിയിട്ട് വലത് കൈയിൽ ധരിച്ചോളൂ. ഇത് മണി മാഗ്നറ്റ് ആമയാണ്. ആമ പല സംസ്കാരത്തിലും ദീർഘായുസ്, സമാധാനം, സ്ഥിരത, ഭാഗ്യം എന്നിവയുടെ പ്രതീകമായിട്ടാണ് ആമയെ കണക്കാക്കുന്നത്. വീട്ടിൽ വെക്കുകയാണെങ്കിൽ കുടുംബൈക്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നു. വടക്കു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കരിയർ വളർച്ചയ്ക്കും, കിഴക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ആരോഗ്യവും കുടുംബൈക്യത്തിനും, ഓഫീസ് ടേബിളിൽ സ്ഥിരതയും ശ്രദ്ധയും കൊണ്ടുവരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ധനസമ്പാദ്യം, സമൃദ്ധി, പോസിറ്റീവ് എനർജി എന്നിവ ആകർഷിക്കാനായിട്ട് നമ്മുടെ വീടുകളിലോ നമ്മുടെ ഓഫീസിലോ ഒക്കെ ആമയെ വെക്കാറുണ്ട്. സമ്പത്തിനെയും സമൃദ്ധിയെയും പോസിറ്റീവ് എനർജിയെയും അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺസിൽ നിർമ്മിതമായ ആമയാണിത്. സിട്രിൻ, പൈറൈറ്റ്, ഗ്രീൻ അവഞ്ചർ, ടൈഗ്രൈ ഇതൊക്കെ പണത്തെ ആകർഷിക്കുന്ന സ്റ്റോൺസ് ആണ്, ക്രിസ്റ്റൽസ് ആണ്. സിട്രിനെ മെർച്ചന്റ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. സമ്പത്ത്, ബിസിനസ് വളർച്ച എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ഈ സ്റ്റോൺ ഈ ആമയിലുണ്ട്. ആ യെല്ലോ കളർ കാണുന്നില്ലേ, അതേ സ്റ്റോൺ. അടുത്ത് പൈറൈറ്റ്. ധനം, സംരക്ഷണം, ആത്മവിശ്വാസം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് പൈറൈറ്റ്. ആ പൈറൈറ്റ് സ്റ്റോണും ആ യെല്ലോ സ്റ്റോണിന്റെ സൈഡിൽ കാണുന്ന സ്റ്റോൺ ആണ് പൈറൈറ്റ്. പിന്നെ ഗ്രീൻ അവഞ്ചർ, ആ ഗ്രീൻ കളറിൽ കാണുന്നില്ലേ, അതാണ് ഗ്രീൻ അവഞ്ചർ. ഭാഗ്യം, അവസരങ്ങൾ, സാമ്പത്തിക പുരോഗതി ഇതൊക്കെ കൂട്ടാനായിട്ട് ഗ്രീൻ അവഞ്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് ടൈഗ്രൈ. ധൈര്യവും തീരുമാനക്ഷമത ബിസിനസ്സിന് വിജയത്തിന് കാരണമാകുന്നു. ആമയുടെ ചുണ്ടിന്റെ ഭാഗത്ത് കാണുന്നില്ലേ മുഖഭാഗം, അത് ടൈഗ്രയാൽ നിർമ്മിതമാണ്. സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ സ്ഥാപനത്തിലും വീടുകളിലും കൊണ്ടുവരുന്നു. ആത്മവിശ്വാസം നമ്മളെ കൂട്ടുന്നു. നമുക്ക് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ആ ഒരു ആത്മവിശ്വാസം കിട്ടുന്നു. നമ്മുടെ വീടുകളിൽ വെക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു ആത്മവിശ്വാസം ലഭിക്കും. ബിസിനസ്സിനും ജോലിക്കും ശ്രദ്ധയും ഉത്സാഹവും നൽകാനായിട്ട് ഈ ആമ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആമയിലുള്ള സ്റ്റോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ട എല്ലാ സ്റ്റോൺസും ഉത്ഭവപ്പെടുന്ന പ്രകൃതിയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന സ്റ്റോൺ. അതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഭൂമിക്കടിയിലെ ചൂടുള്ള മാഗ്മ, അതായത് മോൾട്ടൻ റോക്സ് പതുക്കെ തണുക്കുമ്പോൾ അതിലുള്ള ധാതുക്കൾ ക്രമമായി അടിഞ്ഞുകൂടി ക്രിസ്റ്റലായിട്ട് രൂപാന്തരപ്പെടുന്നു. ഉദാഹരണം ക്വാർട്സ്, അമത്തിസ്റ്റ് ഒക്കെ. ധാതുക്കൾ കലർന്ന വെള്ളം പാറകളിലെ ചെറിയ പൊള്ളകളിലേക്ക് കയറുന്നു. പിന്നീട് ആ വെള്ളം ഉണങ്ങുകയോ തണുക്കുകയോ ചെയ്താൽ ധാതുക്കൾ ക്രിസ്റ്റലുകളായി വളരും. ഉദാഹരണത്തിന് സെലനൈറ്റ് ഒക്കെ പോലെ. ഭൂമിക്കടിയിൽ വലിയ ചൂടും സമ്മർദ്ദവും ചില ധാതുക്കളെ മാറ്റി പുതിയ ക്രിസ്റ്റലുകളാക്കുന്നു. സഫയർ പോലെയുള്ള സ്റ്റോൺസ്. അത്തരം ഒരു സ്റ്റോണിന്റെ ചെറിയൊരു രൂപമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒറിജിനൽ സ്റ്റോൺസ് ഇതേപോലെ ഇരിക്കും. ഇതാണ് ചെറിയ ബീഡ്സുകളാക്കി മാറ്റുന്നത്. ഒറിജിനൽ സ്റ്റോൺസ് ധരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു ചെറിയൊരു തണുത്ത സ്പർശം ഉണ്ടാകും. സ്റ്റോൺസിലെല്ലാം ചെറിയ സ്വാഭാവിക പാടുകളും കാണാം. പോളിഷ് ഒന്നും ആയിരിക്കില്ല, ചെറിയൊരു പാടുകളൊക്കെ ഉണ്ടാകും. ഈ സ്റ്റോൺസിൽ ഒരുപാട് ആത്മീയമായിട്ടും എനർജി വൈസ് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോൺസ് ആണ് നിങ്ങളുടെ കയ്യിലെ ബ്രേസ്ലെറ്റുകളായിട്ട് ഗുരുമന്ത്രയിൽ കൊടുക്കുന്നത്. ഇതുപോലെയുള്ള പല പ്രക്രിയ കഴിഞ്ഞിട്ടാണ് പല സ്റ്റോൺസും പല പേരിൽ അറിയപ്പെടുന്നത്. അതും അതിൻ്റെ ആത്മീയ ഗുണങ്ങളും വ്യത്യസ്തമായിരിക്കും. 100% ഒറിജിനൽ സ്റ്റോൺസ് ആണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്ര നൽകുന്നത്. ഇത് കരിങ്ങാലി ബ്രേസ്ലെറ്റ് മോസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഗുരുമന്ത്ര ഇത് ഫ്രീ ആയിട്ടാണ് ഓരോ പ്രോഡക്റ്റിൻ്റെ കൂടെയും കൊടുക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു സ്ട്രോങ് പ്രൊട്ടക്ഷനാണ് നമുക്കിത് തരുന്നത്. ദൃഷ്ടദോഷങ്ങൾ, നെഗറ്റീവ് എനർജി, ദോഷശക്തികളിൽ നിന്നുമെല്ലാം നമുക്കൊരു സംരക്ഷണമാണ്. ഇത് സ്റ്റോൺ അല്ല, ഇതൊരു വുഡാണ്, ഒരു മരമാണ്. ഈ മരത്തിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന ബീഡ്സിൽ നിർമ്മിതമായ ഈ ഒരു കരിങ്കാലി ബ്രേസ്ലെറ്റ്
സ്റ്റെബിലിറ്റി, ഗ്രൗണ്ടിങ്, നമ്മുടെ മൈൻഡൊക്കെ കാമാക്കി വെക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഫോക്കസ്, ക്ലാരിറ്റി, കോൺസെൻട്രേഷൻ, ക്ലിയർ തിങ്കിങ് ഒക്കെ മെച്ചപ്പെടുത്താനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സ്പിരിച്വൽ എനർജി, അതായത് പൂജ, പ്രാർത്ഥന, അതിനൊക്കെ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് സെലനൈറ്റ് പ്ലേറ്റ് ആണ്. പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ക്ലെൻസിങ്, മറ്റുള്ള ക്രിസ്റ്റലുകൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോണിൽ നിർമ്മിതമാണ് ഈ സെലനൈറ്റ് പ്ലേറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നു. മറ്റ് ക്രിസ്റ്റലുകളെ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. മറ്റു ബ്രേസ്ലെറ്റുകൾ സെലനൈറ്റ് പ്ലേറ്റിന്റെ മുകളിൽ വെച്ച് നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാം. മുറിയിലോ പൂജാ റൂമിലോ വെച്ചാലും നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. മെഡിറ്റേഷൻ സമയത്ത് ഇത് അടുത്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടും. ഭയങ്കര നമുക്ക് മൈൻഡൊക്കെ കാമാക്കി വെക്കാൻ സാധിക്കും. സെലനൈറ്റ് പ്ലേറ്റ് ആണെങ്കിലും സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ആണെങ്കിലും വെള്ളത്തിൽ നനയ്ക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. നമുക്ക് നെഗറ്റീവ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നത്. ചുറ്റുമുള്ള നെഗറ്റീവ്സ് എല്ലാം തന്നെ ഈ സ്റ്റോൺസിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ഈ സ്റ്റോൺസ് ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലേറ്റ് വാങ്ങി ഈ പ്ലേറ്റിൻ്റെ മുകളിൽ സ്റ്റോൺസ് വെച്ച് നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. ഇനി ഗുരുമന്ത്രയിലേക്ക് വരുന്ന ഓരോ ഓർഡറുകളും എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന വരെയുള്ള പ്രോസസ്സ് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. നിങ്ങൾ വാട്സപ്പിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ അടുത്ത പ്രോസസ്സാണ് ഒരു സ്റ്റിക്കി നോട്ടിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എന്ത് സ്റ്റോണാണോ സെലക്ട് ചെയ്തത് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. നിങ്ങളുടെ ജോബ്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യും. എന്നിട്ട് ഇത് ബോക്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാനിതിൽ പറയാം. നമ്മളിത് ആദ്യം തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യും. അതായത് എനർജൈസിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിനൊരു എനർജി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു കൈകളിൽ നിന്നും കൈമാറി വന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ്സ് നമ്മുടെ സ്റ്റോൺസിൽ നിന്നും മാറ്റുന്ന ഒരു പ്രക്രിയ, ഒരു ശുദ്ധീകരണം എന്നാണ് ഇതിനെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. നോർമലി മറ്റു പേജുകളിൽ ഇതിനെ എനർജൈസിങ് എന്നാണ് വിളിക്കുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റും രുദ്രാക്ഷവും നമ്മൾ നെയ്യിലാണ് എനർജൈസ് ചെയ്യുന്നത്. നെയ്യിൽ എനർജൈസ് ചെയ്തതിനു ശേഷം കുറച്ച് ഭസ്മം എടുത്തിട്ട് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് ഇതിലെല്ലാം എനർജൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വിഭൂതി കൊള്ളിക്കും. ഇതിൻ്റെ ഒരു ശുദ്ധീകരണം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെഗറ്റീവ് എനർജി എല്ലാം മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് റേക്കി ഹീൽ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു എനർജൈസിങ് നമ്മൾ ചെയ്യും. ഇതിൽ പോസിറ്റിവിറ്റി കൂട്ടും. അതിനുശേഷമാണ് നമ്മൾ റേക്കി എനർജൈസിങ്ങിലേക്ക് പോകുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റ് നെയ്യിലാണെങ്കിൽ ഈ സ്റ്റോൺസ് നമ്മൾ നെഗറ്റീവ് എനർജി കളയുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ. ഉപ്പുവെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിരാവിലെ റേക്കി ഹീലിംഗിലേക്ക് പോകും. ശുദ്ധീകരണം കഴിഞ്ഞ് എനർജൈസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾ ഇതുപോലെ ബോക്സിലാക്കി നിങ്ങളുടെ പേരും ആവശ്യവും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിരാവിലെയാണ് റേക്കി ഹീൽ ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓരോരുത്തരുടെയും എടുത്തതിന് ശേഷം നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന കരിങ്ങാലി ബ്രേസ്ലെറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെക്കുന്നുണ്ട്. അതിലും എനർജൈസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് സിമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പാക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. പാക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഓർഡേഴ്സ് ഒരു വീട്ടിൽ തന്നെ ഒരുപാട് പേർക്കുള്ളത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പേര് മാറിപ്പോവരുത്. ആരുടെ പേരിലാണോ ചെയ്തിരിക്കുന്നത് അവർ തന്നെ മസ്റ്റായിട്ടും അത് ഉപയോഗിക്കണം, മാറിപ്പോവാതിരിക്കാൻ. ഓരോരോ ധരിക്കേണ്ട ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ് എഴുതി നോട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലിപ്പ് കളയില്ല. ബോക്സിൻ്റെ പിന്നിൽ നമ്മളത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കാണും. പാക്കിംഗ് കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്താണ് ഞാൻ ഈ ഒരു സ്റ്റിക്ക് എടുത്ത് മാറ്റുന്നത്. അതുവരെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതായത് നിങ്ങൾ ഓർഡർ തരുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ പേരിൽ തന്നെ ചെയ്തത് പാക്കിംഗ് കവറിലേക്ക് എത്തുന്നവരെ ആ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് മാറിപ്പോവാതിരിക്കാനും നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എല്ലാ ശുദ്ധിയോടുകൂടി എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ടൈം എടുത്ത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ ബാർകോഡൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കുന്നത്. അതുവരെ ഈ യെല്ലോ കളർ നിങ്ങൾ കാണുന്നത് ഞാൻ നിങ്ങളുടെ പേരിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റും മറ്റു പേജിലും തുടങ്ങാത്തത്. കാരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്രത്തോളം ശുദ്ധിയോട് കൂടിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് കഴിയില്ല. എല്ലാ ശുദ്ധിയോട് കൂടിയിട്ട് വേണം നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്താനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെല്ലാം പോകാനുള്ള പ്രോഡക്റ്റുകളാണ്. ഇനി കൊറിയർ ബോയ് വന്ന് ഇതെല്ലാം കൊണ്ടുപോകും. പിന്നെ സേഫായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഇതെത്തും. ഇതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ആ സ്ലിപ്പ് എന്ത് ചെയ്യുന്നതാണ്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഓരോ സ്ലിപ്പും ഓരോരുത്തരുടെ ആഗ്രഹമാണ്, അവരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇത് വിഷ് ബോക്സിൽ വെക്കും. ഒരാഴ്ച ഈ വിഷ് ബോക്സിൽ വെച്ച് റേക്കി സിമ്പിൾസ്, മണി അട്രാക്ഷനുള്ളതും അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാനോ അവർക്ക് എനർജി കൊടുക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് എല്ലാം വെച്ച് വിഷ് ബോക്സിൽ വെച്ചിട്ട് അത് പ്രാർത്ഥിക്കും.
7 ദിവസം അത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം യൂണിവേഴ്സിലേക്ക് കൊടുക്കും. യൂണിവേഴ്സിലേക്ക് എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ നമുക്ക് കത്തിച്ച് കളയാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഒഴുക്കാം. ഞാനിവിടെ ചെയ്യാറ് അത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം അത് പറപ്പിച്ച് കളയും, യൂണിവേഴ്സിലേക്ക് അത് കൊടുക്കും. യൂണിവേഴ്സിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആഗ്രഹ സഫലീകരണം എന്ന് പൂർത്തിയാകുന്നത് അത്തരത്തിലാണെന്നാണ് വിശ്വാസം. ആദ്യത്തെ കുറച്ച് പേരുടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റേക്കി ബോക്സിലേക്ക് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യും. പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടുള്ള ഇതേപോലെ വീണ്ടും നമ്മൾ വിഷ് ബോക്സിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്യും. അത് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കും. ഇതാണ് ഗുരുമന്ത്രയിൽ ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് ടൈമും വേണം. ഗുരുമന്ത്രയെ വിശ്വസിച്ച് വരുന്ന ഓരോ കസ്റ്റമറും നമുക്ക് അത്ര വാല്യുബിൾ ആണ്. ചതിച്ചോ വഞ്ചിച്ചോ പറ്റിച്ചോ അല്ല, ഹാർഡ് വർക്ക് ചെയ്താണ് ഗുരുമന്ത്രയെ ഇത്രയ്ക്ക് എത്തിച്ചത്. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി അല്ലാത്തവർ ഹാപ്പി ആവുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെല്ലാവരും ഹാപ്പി ആവുക. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.